രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും വാൽമീകി രാമായണം നമുക്ക് പകർന്നു തന്ന വാൽമീകി ഋഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും ഒരുമിച്ച് ആദികാവ്യമായ വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള പഠനം തുടരുകയാണ്. വാൽമീകി മഹർഷി നാരദനിൽ നിന്നിട്ടാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ കഥ കേട്ട് അറിയുന്നത്. സർവഗുണസമ്പന്നനായ രാമൻ വാൽമീകിയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനായി. നാരദ ഋഷി മടങ്ങിപ്പോയതിനു ശേഷം വാൽമീകി തൻ്റെ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തമസയിലേക്ക് ചെല്ലുന്നു. തമസാതീരത്ത് വെച്ചാണ് ക്രൗഞ്ചമിഥുനങ്ങളുടെ സന്തോഷത്തില് വാൽമീകി മഹർഷി ആനന്ദിച്ച് നിന്നതും ഒരു അമ്പ് ആ ഇണക്കിളികളിൽ ഒന്നിനെ ആൺ പക്ഷിയെ കൊന്നു വീഴ്ത്തിയതും ആ പക്ഷിയുടെ കരച്ചിലും അതേപോലെ തന്നെ രക്തമണിഞ്ഞുള്ളതായ രൂപവും അതിൻ്റെ ആ ഭൂമിയിൽ കിടന്നുള്ളതായ പിടച്ചിലും അതോടൊപ്പം ആ ഇണക്കിളിയുടെ പെൺകിളിയുടെ ഹൃദയം പൊട്ടി നിലത്ത് വീണുള്ളതായ നിലവിളിയും വാൽമീകിയുടെ ഹൃദയത്തിൽ വളരെയേറെ ദുഃഖത്തെ ഉളവാക്കി. ആ ദുഃഖം വാൽമീകി പ്രത്യേകിച്ച് ആലോചിക്കാതെയും സങ്കല്പിക്കാതെയും തന്നെ ആദി കാവ്യത്തിൻ്റെ രൂപത്തിൽ വാൽമീകിയുടെ കണ്ഠത്തിൽ നിന്ന് ബഹിർഗമിച്ചു. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. അത് ആദികാവ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാൽമീകി അത്ഭുതപ്പെട്ടു. കിമിതം യാഹൃതമയ എന്ന് സ്വയം ചിന്തിക്കുന്നതും ശിഷ്യനോട് ചോദിക്കുന്നതും നാം കേട്ടു. അതിനെ തുടർന്ന് അതിന്റെ അപഗ്രഥനം. കാവ്യത്തിന്റെ ഉൽപ്പത്തി ആദ്യം തീവ്രമായിരിക്കുന്ന രസത്തിൽ നിന്നിട്ട്, ഭാവത്തിൽ നിന്നിട്ട്, അല്ലെങ്കിൽ വികാരത്തിൽ നിന്നിട്ട് ആണ് കാവ്യത്തിന്റെ ഉൽപ്പത്തി. ഭാരതീയ കാവ്യ പാരമ്പര്യം രസത്തിൽ നിന്നും ഭാവത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്, വികാരത്തിൽ നിന്നിട്ടല്ല. അങ്ങനെ വാൽമീകിയുടെ ഹൃദയത്തില് അവിചാരിതമായുണ്ടായ തീവ്രമായ ആ വികാരം ആ ഋഷി മനസ്സില് തീവ്രമായ കരുണ രസമായി
അത് കാവ്യമായി ആദി കാവ്യമായി പരിണമിച്ചു. കാവ്യമുണ്ടായാൽ പിന്നെ കാവ്യത്തിൻ്റെ വിമർശനവും ഉണ്ടാകണം. കാവ്യമുണ്ടായി കഴിഞ്ഞിട്ടേ വിമർശനം ഉണ്ടാകുള്ളൂ. അങ്ങനെ കവിയായ വാൽമീകി തന്നെ ആദ്യത്തെ നിരൂപകനായും മാറുകയാണ്. അദ്ദേഹം താൻ ചൊല്ലിപ്പോയ ആ വാക്കുകളെ, അസാധാരണമായ വാക്കുകൾ, ഇതിനുമുമ്പ് ആ പ്രകാരത്തിലുള്ള വാങ്മയം താൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല, ആ വാക്കുകളെ അപഗ്രഥിച്ചു. എന്നിട്ട് അത് ശ്ലോകം തന്നെയാണ് എന്നുള്ള നിർണയത്തിൽ എത്തുകയും ചെയ്തു. പാദബദ്ധമായി, സമാക്ഷരമായി, വീണാനാദത്തിൻ്റെ മധുരിമയോടുകൂടിയിട്ട് ആവിർഭവിച്ച ആ വാക്ക് അത് ശ്ലോകമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിഗമനം. ഇപ്പോൾ വാൽമീകിയുടെ ഹൃദയത്തിൽ രണ്ട് ദുഃഖങ്ങളായി. ഒന്ന് ക്രൗഞ്ച മിഥുനങ്ങളുടെ ദുഃഖം, രണ്ടാമത് താൻ ആ കാട്ടാളനെ ശപിച്ചു പോയല്ലോ എന്നുള്ളതായ ദുഃഖം. അദ്ദേഹം മധ്യന്തന സ്നാനം കഴിഞ്ഞ് ശിഷ്യനോടൊപ്പം തമസയിൽ നിന്നിട്ട് മടങ്ങിപ്പോവാണ്. മടങ്ങി അദ്ദേഹം ആശ്രമത്തിൽ എത്തിച്ചേർന്നു. എന്നും തമസാ നദിയിലെ 3 നേരവും അദ്ദേഹം എത്തും സ്നാനത്തിനായി. അത് കഴിഞ്ഞ് കലശത്തിലെ ജലവുമായിട്ടാണ് തിരിച്ച് ആശ്രമത്തിൽ എത്തിച്ചേരുക. ജലം കൊണ്ടുവരുന്നത് ശിഷ്യൻ തന്നെയാണ്. അങ്ങനെ ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹം താൻ പൂജാദികളൊക്കെ ചെയ്യുന്നതായ ഹോമകുണ്ഡത്തിന് സമീപത്ത് പോയിരുന്നു. എന്നിട്ട് അദ്ദേഹം എല്ലാ ദിവസവും ചെയ്യാറുള്ള പല പ്രകാരത്തിലുള്ളതായ അനുഷ്ഠാനങ്ങൾ ആരംഭിച്ചു. എങ്കിലും ഇന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ക്രൗഞ്ച പക്ഷികളുടെ വേദന കടന്നു വരുന്നു. ആ കാട്ടാളനെ താൻ ശപിച്ചു പോയല്ലോ എന്നുള്ളതായ വിചാരവും കടന്നു വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും താൻ എല്ലാ ദിവസവും ചെയ്തു വരുന്നതായ അനുഷ്ഠാനങ്ങളിൽ അപ്പോൾ ഉറയ്ക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായത്. ആജഗാമ തതോ ബ്രഹ്മ ലോകകർത്ത സ്വയം പ്രഭു. പ്രഭുവായിരിക്കുന്ന ബ്രഹ്മാവ് അദ്ദേഹം ലോകകർത്താവാണ്. പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവരാശിക്കും അവയ്ക്ക് വേണ്ടുന്നതായ ശരീരങ്ങളെ യഥായോഗ്യം നിർമ്മിച്ച് നൽകുന്നയാളാണ് അദ്ദേഹം. അതാണ് ലോകകർത്താവാണ്. അദ്ദേഹം സ്വയം അവിടെ വന്നു ചേർന്നു. ബ്രഹ്മാവിനെ കാണാൻ വേണ്ടിയിട്ട് സജ്ജനങ്ങൾ തപസ് ചെയ്യാറുണ്ട്, കഠിനമായ തപസ്. ആ തപസ് വർഷങ്ങളോളം നീണ്ടാൽ പോലും ബ്രഹ്മാവിനെ കണ്ടുകിട്ടുക പ്രയാസം. രാവണൻ പോലും ബ്രഹ്മാവിനെ അനേകം വരബലങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തപസ് ചെയ്തു. ആയിരക്കണക്കിന് വർഷങ്ങൾ, 10,000 വർഷം തപസ് ചെയ്തു. എന്നിട്ടും ബ്രഹ്മാവ് മുന്നിൽ വരാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം രാവണൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തന്റെ ശിരസ്സുകൾ 10 ഉണ്ടല്ലോ, അത് ഒന്നായി വെട്ടി അഗ്നിയിൽ ഹോമിച്ചു. അത്ര ധീരനാണല്ലോ രാവണൻ. 9 ശിരസും ഹോമിച്ചു. 10ാമത്തെ ശിരസ് ഹോമിക്കാൻ തുടങ്ങുമ്പോൾ ബ്രഹ്മാവിന് വരാണ്ട് നിവർത്തിയില്ല. അദ്ദേഹം രാവണന്റെ മുന്നിൽ വരേണ്ടി വന്നു. ഇങ്ങനെ എളുപ്പത്തില് ബ്രഹ്മദർശനം ആർക്കും ലഭിക്കുന്നതല്ല. ഇപ്പോ ആരും ആവശ്യപ്പെടാതെ തന്നെ വാൽമീകി മഹർഷി ബ്രഹ്മാവിനെ കാണണം എന്ന് ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. അതുകൂടാതെ തന്നെ ബ്രഹ്മാവ് അവിടെ എത്തിച്ചേർന്നു. ആജഗാമ തതോ ബ്രഹ്മ. ബ്രഹ്മാവ് എത്തിച്ചേർന്നു. ബ്രഹ്മാവ് വന്നു ചേർന്നപ്പോഴേക്കും ആ ആശ്രമത്തിന്റെ അന്തരീക്ഷം തന്നെ ആകെ മാറി. വളരെയേറെ പ്രശാന്തമാണ് ആ ആശ്രമം, സുന്ദരമാണ് ആ ആശ്രമം, ലളിതമാണ് ആ ആശ്രമം. അതിപ്പോ പ്രകാശപൂർണമായി, ആനന്ദപൂർണമായി ആരുടെ ഹൃദയത്തെ ആകർഷിക്കുമാറ് കുടികൊള്ളുകയാണ് ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ.
ബ്രഹ്മാവ് എന്തിനാ വന്നത്? മഹാ തേജസ്വിയായിരിക്കുന്ന ആ ബ്രഹ്മാവ്, ചതുർമുഖനായിരിക്കുന്ന ആ ബ്രഹ്മാവ് ദ്രഷ്ടം തം മുനിപുങ്കവം, ആ മാമുനി ശ്രേഷ്ഠനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെ വന്ദിക്കാൻ, അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് നേരിട്ട് അവിടെ വന്നു ചേർന്നിരിക്കുന്നത്. വാൽമീകി മഹർഷി ബ്രഹ്മാവിന്റെ ആഗമനം കണ്ടു. അദ്ദേഹം ഉടനെ തന്നെ താൻ ഇരിക്കുന്നിടത്ത് നിന്നിട്ട് എണീറ്റു. സഹസോത്ഥായ, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ചാടി എണീറ്റു. എന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളൊന്നും ആ സമയത്ത് വളരെ വേഗത്തില് ചടുലമായിട്ട് വേണ്ടുന്ന പ്രകാരത്തില് പ്രവർത്തിക്കുന്നില്ല. കാരണം ബ്രഹ്മാവ് വന്നിരിക്കുന്നു. ആ ഒരു അത്ഭുതത്തിന്റെയും ആനന്ദത്തിന്റെയും അതിരേകത്തില് കുറച്ചു നേരം അദ്ദേഹം അനങ്ങാതെ നിന്നുപോയി. എന്നിട്ട് പ്രാഞ്ജലി പ്രയതോ ഭൂത്വ തസ്തൗ പരമവിസ്മിത, പ്രാഞ്ജലിയായി കൈകൂപ്പിക്കൊണ്ട്, അതേപോലെ തന്നെ തൻ്റെ വാക്കുകളെയും അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളെയും ഒക്കെ വേണ്ടും പ്രകാരത്തില് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത ഒരവസരത്തില് ആ രീതിയില് ആ ഒരു പ്രകാരത്തില് അദ്ദേഹം നിന്നുപോയി. പരമവിസ്മിതനായി അത്യന്തം അത്ഭുതത്തോടുകൂടിയിട്ട് അദ്ദേഹം നിന്നുപോയി. അല്പ കഴിഞ്ഞ് അതിൽ നിന്ന് മോചിച്ച് അദ്ദേഹം ബ്രഹ്മാവിന്റെ സമീപത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് പൂജയാമാസ തം ദേവം, ആ ദേവനെ, ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ബ്രഹ്മാവിനെ, അദ്ദേഹത്തെ അർഘ്യവും പാദ്യവും ഒക്കെ സമർപ്പിച്ച് വിധിപ്രകാരം, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരത്തിൽ അദ്ദേഹത്തെ പൂജ ചെയ്തു.